ആ നിഷാദൻ ആരാ? ആ നിഷാദ അരുത് കാട്ടാള. കാട്ടാളൻ വെച്ച ആ നിഷാദം അത് മാറിയിട്ട് ഒറ്റക്കമ്പീനാദം മാത്രം മൂടും വീണാഗാനം. ഞാനെന്ന് പാടുമ്പോ ശബ്ദം താഴ്ത്തി പറയുമ്പോഴാണ് നിങ്ങൾ മനുഷ്യരാവുന്നത്. സ്വരത്തെ സംവരണം ചെയ്ത് ഒതുക്കി പറയുമ്പോ ഒച്ചയെ നാദമാക്കിയപ്പോ മനുഷ്യരായി. നിങ്ങളുടെ വീട്ടിൽ മനുഷ്യത്വമാണോ കാട്ടാളത്വമാണോ കുട്ടികൾ ഉണർത്തുന്നത് നോക്കിയാട്ടെ. രാവിലെ സ്കൂൾ ബസ് വരണ നേരായിട്ട് ചെക്കൻ എണീറ്റിട്ട് കാണുന്നില്ല. ഇടി അടുപ്പത്തൊന്നും ആയിട്ടില്ല, അലക്കാനും കുറെ ബാക്കിയുണ്ട്. ഏടിയില്ലാത്തൊരു ഊണകളും രാവിലെ തന്നെ അട്ടഹാസമാണ്. അന്ന് അവൻ നിഷാദനിയാവും, കാട്ടാളനാണ്. കുട്ടികളെ വിളിക്കുമ്പോൾ അടുത്തു പോയി ഇരുന്നിട്ട് അവന്റെ മേലെ കൈവച്ചിട്ട് നെറ്റിയിൽ വീണിരിക്കുന്ന മുടിയിഴകളൊന്ന് മാടി ഒതുക്കി കവിളത്തൊരു മുത്തം കൊടുത്ത് മോനെ മോളേ എന്ന് വിളിക്കണം. അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു അങ്ങനെ വിളിക്കല്, പക്ഷെ 3-4 പ്രാവശ്യം വിളിച്ചിട്ട് അവരുടെ അനക്കമില്ലാണ്ടിരിക്കുമ്പോ പിന്നെ അതാണ് അല്ലേ? അപ്പൊ കുട്ടികൾ മനസ്സിലാക്കണം, കാട്ടാളത്തം കേട്ടാലേ ഇനി ഉണരും. മെല്ലെ പറച്ചില്, അതാണ് ശബ്ദം താഴ്ത്തി പറയണം, കമ്മ്യൂണിക്കേഷൻ. കാട്ടാളത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് വന്നത് 1 ചിന്ത, 2 ആശയവിനിമയം. പറയുക, കേൾക്കുക. എങ്ങനെയാണ് അഹന്തയുണ്ടാവുന്നത് കുട്ടികൾക്ക്? നിങ്ങളുടെ വീട്ടിൽ ആശയവിനിമയം ഉണ്ടോ? വീട്ടിലെ അകത്തെ വാതിൽ തുറന്നിട്ട് പുറത്തിറങ്ങി മുറ്റത്തിറങ്ങിയിട്ട് പ്രകൃതിയോട് ഒത്തു സല്ലപിച്ചിരുന്നിട്ട് അച്ഛനും അമ്മയും മക്കളും മൊബൈൽ ഫോണും ടിവിയും കമ്പ്യൂട്ടറും എല്ലാം പൂട്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് തുറന്നു വെക്കും, ഇടത്തെ കൈമേൽ ഇതും വെച്ചിട്ട് തിന്ന ടീമാണ്. വൃത്തികെട്ട വീട്, അശ്രീകരം. ടിവിയും തുറന്നിട്ട് പാരവപ്പ്, ഗർഭചിത്രം, കഷായം കൊടുക്കില്ല, മരുന്ന് കൊടുത്തിട്ട് ഗർഭാത്സിപ്പിക്കൽ, ഉന്തിയിട്ടിട്ട് ഇതല്ല എല്ലാ സീരിയലും. ഒരു സീരിയലില് ഗർഭാത്സിപ്പിക്കുന്നുണ്ട്, മറ്റൊരു ഗർഭാത്സിപ്പിക്കും. എന്ത് വൃത്തികേടാണപ്പോ. ഞാൻ ഇയാള് പറഞ്ഞേ, നമ്മുടെ പ്രേംകുമാർ പറഞ്ഞതിനോട് ഞാൻ പിന്തുണക്കുക. ഒരു ലൈസൻസും ഇല്ലാതെ വായിക്ക് തോന്നിയ കോതക്ക് പാട്ട്, ഇതാണിപ്പോ സീരിയൽ. ഇതും കണ്ടോട്ട് തിന്നാനുണ്ടല്ലോ. നമ്മുടെ വായിൽ ഉണ്ടാകുന്ന ഉമിനീര് നെഗറ്റീവാ. അത് വയറ്റി പോയാൽ ഇതേ ദുഷ്ടതയുണ്ടാവും. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ടി വി കാണുമ്പോൾ ഒരേ ഒരു പണിയെ നടക്കും, ഭക്ഷണം കഴിക്കില്ല. വേറെ ഒരു പണിയും നടക്കില്ല. നിങ്ങൾ റേഡിയോ വാങ്ങിയോട്ടെ, എന്ത് പണിയും നടക്കും. ടി വി കാണുമ്പോൾ ഇതേ നടക്കും. കാരണം കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാഠം, വായിൽ നിന്നുള്ള വഴി നാവിന് തെറ്റുന്നു മിക്കപ്പോഴും. വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാടല്ലേ? ഭക്ഷണം കഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് കരണ്ട് പോയി. ആരെങ്കിലും വായി കാണാറ്റ് ചോറ് വാരി ചെവി കൊണ്ടാച്ചു. വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാടാ. അപ്പൊ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതങ്ങ് നടന്നോളൂ. അതിന്റെ ഇടയിൽ കൂറ വീണെങ്കിൽ അത് മുളകാന്ന് വിചാരിച്ച് ചാരിച്ചു കിട്ടുകയും ചെയ്യും. അത് കൂടെ കഴിയും. ടിവിയും മൊബൈൽ ഫോൺ എല്ലാം കൂട്ടുക. എന്നിട്ട് മുറ്റത്തോ വരാന്തയിലോ അല്ല റിസപ്ഷൻ ഹാളിലോ ഒന്ന് വട്ടത്തിൽ ഇരിക്കുക, അച്ഛനും അമ്മയും അപ്പൂപ്പനും കൊച്ചുമക്കളും. എന്നിട്ട് എന്താ പറയേണ്ടത്? നെഗറ്റീവാ ചർച്ച. തൂങ്ങിച്ചത്തോ കേട്ട് തുല്യം വാർത്ത. അല്ല, അതാരാ റോഡുമല പോന്ന്? അത് കുഞ്ഞികൃഷ്ണനാ. മഹാവൃത്തി കേട്ടവനാ. ഓന്റെ അതേ അറിയോ? ഓന്റെ ദോഷം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ബഷീർ പോകുമ്പോൾ ഓൻ അതിലും മോശ. സബാസ്റ്റ്യൻ തീരെ മോശ. പഞ്ചായത്ത് മെമ്പർ ഒരു ചുക്കിനും കൊള്ളില്ല. പ്രസിഡന്റ് മഹാബദ്ധം. MLA ആണെങ്കിൽ ഭീകരൻ. മന്ത്രിമാരെല്ലാം കൊടും ഭീകരന്മാർ. മുഖ്യമന്ത്രി പ്രധാന ഭീകരൻ. പ്രധാനമന്ത്രി അതിലും ഭീകരൻ. ലോകത്തിൽ സകല ആളും മോശ. ഒരാളേ ഉള്ളൂ ലോകത്ത് നല്ല. അതാരാ? ഞാൻ മാത്രം. ഇതാണ് ചർച്ച. ഇത് കേട്ട് കേട്ട് നമ്മളെ കുട്ടികൾക്ക് ഒരു ഭാവം വരിക. എത്ര ഭക്തി ഉണ്ടായിട്ടും നമ്മുടെ സംസ്കാരം വളരാത്തതാണ്. അമ്പലവും ഉത്സവവും ഗംഭീരാവുന്നു, സ്കൂള് ഗംഭീരാവുന്നു. പക്ഷെ മനുഷ്യന്മാര് സ്നേഹം കൂടുന്നുണ്ടോ? ധർമ്മം കൂടുന്നുണ്ടോ? സഹാനുഭൂതിയും കരുണയും കൂടുന്നുണ്ടോ? സംസ്കാരം കൂടുന്നുണ്ടോ? എന്തേ? നമ്മളെ ചർച്ചകളെല്ലാം നെഗറ്റീവാ. ഇത് കേട്ട കുട്ടിക്ക് തോന്നും ഐ ആം ഓക്കേ, യു ആർ നോട്ട് ഓക്കേ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. അവധാനം, എന്റെ ജാതി മാത്രം ശരി, എന്റെ മതം മാത്രം ശരി, എന്റെ പാർട്ടി മാത്രം ശരി, എന്റെ ദൈവം മാത്രം ശരി, എന്റെ രാജ്യം മാത്രം ശരി എന്നതിലേക്ക് വരും. ഇതാണ് ലോകത്തെ സകല കുഴപ്പമുണ്ടാക്കുന്നത്. ഞാൻ മാത്രം ശരി എന്നതാണ്. പിന്നെ വേറെയൊരു ടീമുണ്ട്, എന്തിനും കുറ്റം പറയുന്ന രക്ഷിതാക്കൾ. 50-45 മാർക്കും വാങ്ങി വന്ന മോനോട് 45 കിട്ടിയല്ലോ നന്നായിടാന്ന് പറഞ്ഞ് ക്ഷയിക്കേണ്ടി കിട്ടുമോ? ഇല്ല. എന്താ? അതേത് 5 എണ്ണം തെറ്റിച്ച് കിട്ടാത്ത 5-നാ വില, കിട്ടിയ 45-ന് ഒരു വിലയില്ല. അല്ലേ? അല്ലേ കുട്ടികളെ? ഒരു നല്ല വാക്ക് പറയോ? അയൽപക്കക്കാര് വന്നിട്ട്, ബന്ധുക്കൾ വന്നിട്ട് എങ്ങനെയുണ്ട് മോനെ പഠിപ്പിക്കുന്നുണ്ടാന്ന് ചോദിച്ചാല് എന്ത് പഠിപ്പ്? ഇവനെടുത്ത് ഗെയിം കളിച്ചിരിക്കലല്ലേ? മക്കളെ കുറ്റം പറയുന്ന പൂതനമാരാണ്. മക്കൾക്കോട് കുറ്റമുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയും നീ ചെയ്ത് ശരിയല്ല. അല്ലാതെ ആ നാട്ടുകാരുടെ മുന്നിൽ മക്കളെ അപമാനിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം?
അവർക്കൊരു അഭിമാനമില്ലേ, വ്യക്തിത്വമില്ലേ? നോ, അത് തെറ്റാണത്. ഇത് സ്ഥിരം കേട്ട് കേട്ട് കുട്ടിക്ക് തോന്നും ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. എന്നെന്തിനും കൊള്ളൂലേ, നിങ്ങളെല്ലാം വലിയ ആള്. എന്തെങ്കിലും അങ്ങനത്തെ കുട്ടികളോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ, ഒരു പാട്ടുപാട് എന്ന് പറഞ്ഞാൽ ഐബോഷന്റെ സഞ്ചി അടുപ്പിലിട്ട പോലെ എന്നെ കൊണ്ട് നോക്കട്ടെ എന്നൊരു പയ്യോട്ട് പോയി. ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. മൂന്നാമതൊരു ടീമുണ്ട് കേട്ടോ. ആ ടീമിൽ ഇട്ട ഏതെങ്കിലും ഒരാൾ ഈ കമ്മിറ്റിയിലുണ്ടെങ്കിൽ അടുത്ത പോലെ ഈ പരിപാടി നടക്കൂല. ആരാന്നറിയോ? ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും പോക്ക, നിങ്ങളും പോക്ക, മൊത്തം പോക്ക. ഇത് നന്നാവില്ല. ഈ ഇത്തരം ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരിക നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ. എല്ലാറ്റിനോടും പുച്ഛം. ഞാനും പോക്ക, നിങ്ങളും പോക്ക അല്ലേ? മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്.